മലയാള സിനിമയിൽ സ്വന്തം പാത വെട്ടിത്തെളിച്ചു മുന്നേറുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ. പ്രണവനായകനായ DS ഈറെ എന്ന ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിലൂടെ വരവറിയിച്ച രാഹുലിന്റെ ആദ്യ ചിത്രം ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നതാണ് വിചിത്രം. 2013 പുറത്തിറങ്ങിയ റെഡ് റെയിൻ എന്ന ചിത്രമായിരുന്നു അത്. നരേനെ നായകനാക്കി ഹോളിവുഡ് കഥാശൈലിയിൽ തന്നെയാണ് ആ ചിത്രവും രാഹുൽ ഒരുക്കിയത്. എന്നാൽ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നു മാത്രമല്ല, രണ്ടാമതൊരു ചിത്രം ഒരുക്കാൻ നീണ്ട 10 വർഷങ്ങളാണ് വേണ്ടിവന്നതും. കേരളത്തിൽ സംഭവിച്ച ചുവന്ന മഴ എന്ന യഥാർത്ഥ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലറായിരുന്നു റെഡ് റെയിൻ. ചിത്രത്തിന്റെ കഥ ഇങ്ങനെയായിരുന്നു. കേരളത്തിലെ ശാന്തമായ ഒരു ഗ്രാമത്തിൽ അസാധാരണമായ ഒരു സംഭവം നടക്കുന്നു. ആകാശത്ത് നിന്ന് പതിക്കുന്നത് സാധാരണ മഴവെള്ളമല്ല, മറിച്ച് ചുവന്ന നിറത്തിലുള്ള എന്തോ ഒന്നാണ്. ഇതോടൊപ്പം പ്രദേശത്ത് കന്നുകാലികളുടെ അസ്വാഭാവിക മരണങ്ങളും ആകാശത്ത് വിചിത്രമായ പ്രകാശങ്ങളും കാണപ്പെടാൻ തുടങ്ങി. ഈ സംഭവങ്ങൾ നാട്ടുകാരിൽ ഭയവും കൗതുകവും ഒരുപോലെ നിറച്ചു. ഈ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഒരു യുവശാസ്ത്രജ്ഞനെത്തുന്നു. നരേനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അന്യഗ്രഹജീവികളെക്കുറിച്ച് പഠിക്കുന്നതിൽ വിദഗ്ധനായ അദ്ദേഹം ഈ പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ഒരു അന്യഗ്രഹ ഇടപെടലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ശാസ്ത്രജ്ഞനും ഒരു റിപ്പോർട്ടറും ചേർന്ന് അന്വേഷണം ആരംഭിച്ചു. ചുവന്ന ദ്രാവകത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു നടത്തിയ പരിശോധനയിൽ അത് സാധാരണ പൊടിപടലങ്ങളല്ലെന്നും മറിച്ച് അജ്ഞാത ബാക്ടീരിയകളോ അന്യഗ്രഹ കോശങ്ങളോ ആകാനുള്ള സാധ്യതയുണ്ടെന്നും അവർ കണ്ടെത്തുന്നു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ അവരൊരു വനത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ കൂടുതൽ വിചിത്രമായ കാര്യങ്ങളാണ് അവരെ കാത്തിരുന്നത്. റെഡ് റെയിൻ എന്ന സിനിമ മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒന്നായിരുന്നു. ഒരു ഹോളിവുഡ് ലോകാവസാന സിനിമയുടെ പ്രതീതി നൽകാൻ ശ്രമിച്ചെങ്കിലും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ പെട്ടെന്ന് അവസാനിച്ചതിനാൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നതിൽ പരാജയപ്പെട്ടു പോകുകയായിരുന്നു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.